നാട്ടികയിൽ മാസങ്ങളായി കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നാട്ടിക പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ മാസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും നിരന്തരമായി വാട്ടർ അതോറിറ്റിയിൽ പരാതിപ്പെട്ടിട്ടും കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനുവിന്റെ നേതൃത്വത്തിൽ തളികുളം പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും വാട്ടർ അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി അവർകൾ എത്തി വാടാനപ്പള്ളി പോലീസിന്റെ സാന്നിധ്യത്തിൽ സമരക്കാരായ പഞ്ചായത്ത് ഭരണസമിതിയുമായി സംസാരിക്കുകയും തുടർന്ന് ചൊവ്വാഴ്ച മുതൽ കുടിവെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്തി കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, വൈസ് പ്രസിഡന്റ് കെ എ ഷൗക്കത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എം സിദ്ദിഖ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരമ്പുരക്കൽ, പി സി മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, കെ കെ പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അതിനെന്താണ് സൊല്യൂഷൻ, എന്താണ് ബ്ലോക്ക്, എന്താ പരിഹാരം എന്നുള്ളത് 6 മാസമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ആരാളും ആരെങ്കിലൊരാൾ പറഞ്ഞിട്ട് ഇത് നമുക്ക് കാണിച്ചു കൊടുക്കേ എന്താണ് പ്രശ്നങ്ങൾ, ഏത് ഭാഗത്തേക്ക് വെള്ളം ഏത് കോളേജിന്റെ വെള്ളം തരണം, ഒരു റോഡിന്റെ ഒരു ഭാഗത്ത് വെള്ളം ഇപ്പുറത്തെ ഭാഗത്ത് വെള്ളം. അംഗനവാടി വെള്ളം കിട്ടിയിട്ട് 6 മാസമായി. അതും പറയാൻ പറ്റും. വെള്ളം വന്നില്ല. അംഗനവാടി അംഗനവാടി ഹോമിയോ ഡിസ്പെൻസറി